ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണ വീഡിയോ കാറിന് നമ്മൾ മൈലേജ് കുറയാൻ കാരണം എന്ത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ സർവീസ് കൃത്യമല്ലെങ്കിൽ മൈലേജ് കുറയും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. എൻ്റെ എയർ ഫിൽട്ടർ, ഫ്യൂവൽ ഫിൽട്ടർ, പിന്നെ ഓയിൽ കൃത്യമായ ഇടവേളകളിൽ മാറിക്കൊടുക്കണം. 10,000 കിലോമീറ്ററെങ്കിലും ആകുമ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കണം. ഓട്ടോ ഇല്ലാത്ത വണ്ടി 5,000-ലൊക്കെ മാറിക്കൊടുക്കണം. 1 വർഷം പൂർത്തിയാകുമ്പോൾ അത് ചെയ്യണം, സർവീസ് ചെയ്യണം. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മൈലേജ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ബ്രേക്കിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ബ്രേക്ക് കൃത്യമായി നമ്മൾ സർവീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യണം. പ്രത്യേകം പറയണം, നമ്മൾ ഓയിൽ മാത്രം മാറിയപ്പോൾ ബ്രേക്കും കൂടെ ചെയ്യണമെന്ന്. സർവീസ് സെൻറ്റർ, വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ ചിലവരത് ശ്രദ്ധിക്കാറില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ബ്രേക്ക് ജാമായി കിടന്നാൽ നമുക്ക് മൈലേജ് നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ എയർ ചെക്ക് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് എയർ ചെക്ക് ചെയ്യണം. അലൈൻമെൻറ്റ് കൃത്യമായിട്ട് 10,000 കിലോമീറ്റർ അലൈൻമെൻറ്റ് ചെയ്യണം. 5,000 കിലോമീറ്ററാണ് ടയർ കടക്കാർ പറയുന്നതെങ്കിലും 10,000-ലെങ്കിലും ചെയ്യണം നമ്മൾ. അതിൻ്റെ അപ്പുറം പോരുത്. 5,000-ൽ ചെയ്താൽ വളരെ നല്ലതാണ്. പക്ഷേ അത്രയും നമുക്ക് ഒരുപാട് കാശാകുന്നതുകൊണ്ട് 10,000-ലാണേലും ചെയ്താൽ മതി. ഞാൻ 10,000-ലാണ് ചെയ്യുന്നത്. എൻ്റെ വണ്ടി 10,000-ൽ ചെയ്തിട്ട് എനിക്ക് 50,000 കിലോമീറ്റർ ഫ്രണ്ടിലും ടയർ കിടന്നോടും, ബാക്കിൽ 50,000 കിലോമീറ്റർ ഓടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 10,000-ൽ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പം ബ്രേക്ക് പിന്നെ നമ്മൾ ഈ കിടന്നു കഴിഞ്ഞാൽ, വീട്ടിൽ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ, കുറച്ച് നാൾ ഇങ്ങനെ ഓടാണ്ട് കിടന്നു കഴിഞ്ഞാലും ജാമാവും. ഇപ്പം മഴയത്തൊക്കെ ഓടി വന്ന വണ്ടി കുറച്ച് നാൾ നമ്മൾ എടുക്കാണ്ടിരുന്നാൽ ജാമാവും. അപ്പം നമ്മൾ കിലോമീറ്റർ നോക്കണ്ട, എപ്പോൾ സർവീസ് ചെയ്യുവാണെങ്കിലും അതിൻ്റെ ഒപ്പം ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിലും ബ്രേക്ക് ജാമാകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കത് നല്ല രീതിയിൽ മൈലേജിനെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങിൽ നമുക്ക് മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. ഗിയർ ഷിഫ്റ്റിങ് ഫസ്റ്റ് ഇട്ടിട്ട് നമ്മളൊരു 20-25 മാക്സിമം പോവുക. സെക്കൻഡ് ഇട്ടിട്ട് 25, 30, 35. തേർഡ് ഇട്ടിട്ട് 35-45. ഫോർത്ത് 45 മുതൽ 55 വരെ ഫോർത്ത്. പിന്നെ 60-70 ഒക്കെ നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ പോവുക. 6 ഗിയർ ഉള്ളവരാണെങ്കിൽ ആ റേഞ്ച് തന്നെ ഉദ്ദേശിച്ച് പോയാൽ മതി. ഒരു 60, 70, 80 നമുക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങിൽ നമ്മൾ നോക്കുക. ബ്രേക്കിങ്ങിൽ നമ്മൾ ഒരു വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് ബ്രേക്ക് ചെയ്യാതിരിക്കുക. നമ്മളൊരു വണ്ടിക്ക് നിശ്ചിത അകലം പാലിച്ച് പോകണമായിരിക്കും നമുക്ക് മൈലേജ് കിട്ടാൻ നല്ലത്. നമ്മൾ ഒരു വണ്ടിയുടെ അടുത്ത് നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന രണ്ടാമത് വണ്ടി നിന്ന് സ്ലോ ആയതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ മൈലേജ് നമ്മൾക്ക് ഇന്ധനം കൂടുതൽ ചിലവാകുന്നതാണ്. ഒരു വണ്ടിയുടെ അടുത്ത് കൊണ്ട് ബ്രേക്ക് ഇട്ട് കഴിയുമ്പോൾ വണ്ടി നന്നായിട്ട് സ്ലോ ആവുകയും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് മുതലിട്ട് അപ്പം മൈലേജ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നിശ്ചിത അകലം വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ബ്രേക്കിങ് കുറക്കാൻ പറ്റും. അത് നമ്മുടെ മൈലേജിന് കിട്ടാൻ നല്ലൊരു വഴിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. സിഗ്നലിലാണേലും നമ്മൾ അടുത്തുകൊണ്ട് ഒറ്റ ചവിട്ടാതിരിക്കുക. ഒരു സിഗ്നൽ തെളിഞ്ഞ് കിടക്കുന്ന റെഡ് തെളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ സ്ലോ ആക്കി നമ്മൾ മാക്സിമം സ്ലോ ആക്കി സിഗ്നലിൻ്റെ അടുത്തെത്തുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ നിർത്തേണ്ട ആവശ്യം വരികയില്ല, സിഗ്നൽ ഓണാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ AC ഇട്ട് ഓടിക്കുക. മാക്സിമം AC ഇട്ട് തന്നെ ഓടിക്കുക. AC യിൽ മൈലേജ് കുറയുമെങ്കിലും നമുക്ക്
ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ എയറിൻ്റെ വിഷയമുണ്ട്. അതായത് തമിഴ്നാടൊക്കെ പോണവർക്കറിയാം, ഭയങ്കര കാറ്റായിരിക്കും അവിടെ. എപ്പോഴും നമുക്ക് ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ചാൽ മൈലേജ് നല്ല രീതിയിൽ വ്യത്യാസം വരും. പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് ഒട്ടും ഓടിക്കരുത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല, AC ഇട്ട് തന്നെ കഴിയാവുന്നവർ ഓടിക്കുക. ആ ഒരു മൈലേജിൻ്റെ ലാഭം നോക്കാതിരിക്കുക നമ്മളല്ലേ. പിന്നീട് അത് AC ഇടുമ്പോൾ അത് നമ്മുടെ വണ്ടീനെ ബാധിക്കും. പൊടിയാവും, അകത്ത് പൊടിയാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും AC ഇട്ട് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ കാറ്റുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ ഗ്ലാസ് തുറന്നിടരുത്, അത് മൈലേജിനെ നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട, ക്ലച്ച് ജാം ഉണ്ടോയെന്ന് നോക്കണം. ക്ലച്ച് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ മൈലേജ് നല്ല രീതിയിൽ ബാധിക്കും. ക്ലച്ച് കുറവില്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് വലിയ കുറവായിരിക്കും, അത് മൈലേജിനെ ബാധിക്കും. വണ്ടി വലിയില്ലെങ്കിൽ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുക. കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ടർബോ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് മൈലേജ് ഷോർട്ട് വരാൻ സാധ്യതയുണ്ട്. ഫ്യൂവൽ ഫിൽറ്ററൊക്കെ കൃത്യമായി മാറ്റി കൊടുക്കുക, ഓയിൽ കൃത്യമായി മാറ്റി കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് മൈലേജ് ഒരു 5 കിലോമീറ്റർ വരെ ഇതുപോലെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടൊരു 60-70 കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് മൈലേജ് നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഓടിക്കുന്നേക്കാൾ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,